നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു ആശ നമ്മുടെ മനസ്സിലുള്ളത്, നമ്മൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അത് പല കാര്യത്തിലും, ശുശ്രൂഷയിലാകട്ടെ, പഠനത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, എവിടെയുമായിക്കൊള്ളട്ടെ, നമ്മൾ മനുഷ്യരാൽ ശ്രദ്ധിക്കപ്പെടണം, മനുഷ്യരുടെ ശ്രദ്ധ കിട്ടണമെന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മുതിർന്ന ആൾക്കാർ നമ്മുടെ വീട്ടിനകത്തിരുന്ന് സംസാരിക്കുകയോ ഏതെങ്കിലും അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അവർക്കുണ്ടായിരിക്കുന്ന പ്രത്യേകതരം കളിപ്പാട്ടങ്ങൾ, അവരുടെ ഏറ്റവും വിലപിടിപ്പായി അവർ കൊണ്ടു നടക്കുന്ന ചില സംഗതികൾ പെട്ടെന്ന് അവർ എടുത്തുകൊണ്ട് വന്ന് ഹാളിലേക്ക് കൊണ്ടുവരും. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അവർ കൊണ്ടുവരും. കാര്യമെന്താ? അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ആ സംഭാഷണങ്ങളുടെ ഇടയിൽ അവർക്ക് പങ്കാളിത്തമില്ലാതെ പോകുന്നത് കൊണ്ട് അവർക്ക് ശ്രദ്ധ കിട്ടേണ്ടതിനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇത് കുഞ്ഞു പ്രായം മുതലേ തന്നെ മനുഷ്യരുടെ ഇടയിൽ, അല്ലെങ്കിൽ ആ ബാല്യം മുതലേ തന്നെ ആ മനുഷ്യനിൽ അങ്ങനെ ഒരു സ്വഭാവത്തോടു കൂടിയാണ് മനുഷ്യൻ വളർന്നു വരുന്നത്. ഇത് പിന്നെ അങ്ങോട്ട് വളരും തോറും ഈ സ്വഭാവവും അതിനനുസരിച്ച് വളർന്നു വരാനായിട്ട് ഇടയായിത്തീരും. ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസം വരെ മനുഷ്യൻ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പഠനത്തിൽ മികവ് കാണിക്കുന്നവരെ തീർച്ചയായിട്ടും ആ സ്കൂളുകളിൽ, അവരുടെ കോളേജ് തലങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ജോലി സ്ഥലങ്ങളിൽ മികവ് കാണിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ശുശ്രൂഷകളിൽ ഭയങ്കര ശക്തിയോടെ പ്രസംഗിക്കുന്നവർ, ഭയങ്കര വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, എവിടെയൊക്കെയോ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാരുണ്ട്. പലരും പല ആൾക്കാരെയും ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഒരിടത്ത് പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ കിട്ടുന്ന ആൾക്കാരിലേക്കല്ല നമ്മുടെ കർത്താവ് നോക്കുന്നത്. ലോകം മുഴുവനും ഒരുത്തനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ആ മനുഷ്യനെ കർത്താവ് ഗവനിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം, ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അന്നേരം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ദൈവം എല്ലാ മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജനങ്ങളെയും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം 33 സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ അങ്ങനെ ഒരു വേദഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവ സ്വർഗത്ത് നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു, അവൻ തൻ്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വ ഭൂവാസികളെയും നോക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒറ്റ മനുഷ്യർ പോലുമില്ല, എല്ലാവരെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം ഇവിടെയാണ് നമ്മൾ കാണേണ്ടിയത്. ദൈവം എല്ലാവരെയും ഒരുപോലെ നോക്കുമ്പോൾ മനുഷ്യരാരും ശ്രദ്ധിക്കാത്ത ആൾക്കാരെ കർത്താവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കെല്ലാവർക്കും ഒരു പരാതിയുണ്ട്, നമ്മളെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു പരാതി, അല്ലേ? ജീവിതത്തിൽ അങ്ങനെ ഒരു പരാതി പറയാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായി വചനം സംസാരിക്കുന്നുണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള കൊച്ചു പരാതി സുവിശേഷകന്മാരുടെ ഇടയിലുണ്ട്. ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ടല്ലോ, പക്ഷേ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അധ്യാപകരാരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതി കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. ഏതൊരു മനുഷ്യനും, ഏത് തുറയിൽപ്പെട്ട ആൾക്കാർക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുക എന്നുള്ളത് അവർക്കൊരു പ്രചോദനമാണ്, അവർക്കൊരു ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു ഒരു പ്രഭാതത്തിൽ ഗന്നസരത്ത് എന്ന് പറയുന്ന ആ തടാകത്തിൻ്റെ തീരത്ത് ചെല്ലുകയാണ്. ആ പ്രഭാതത്തിൽ ധാരാളം ബോട്ടുകൾ ആ തടാകത്തിൻ്റെ കരയ്ക്ക് അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ആ തടാകത്തിൽ ധാരാളം പേർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. പലരും ഉപജീവനം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുന്നു, ചിലർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് പോകുന്നു, ചിലർ മത്സ്യം വാങ്ങേണ്ടതിന് വന്നിരിക്കുന്നു. തിക്കൻ തിരക്കപ്പെട്ട് ആൾക്കാർ അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ശൂന്യമായിരിക്കുന്ന ഒരു പടകിനെ യേശു ശ്രദ്ധിച്ചു നോക്കുകയാണ്. നോക്കൂ, ഇത്രയും ജനസമൂഹം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണ് ചെന്ന് പതിയുന്നത് ശീമോൻ്റെ ശൂന്യമായ പടകിലാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവമക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ,
ഈ തിരക്കേറിയ ഈ ലോകത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ ശൂന്യമായ പടകിനെ യേശു ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. തിരക്കേറിയ ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതുവഴി കടന്നു പോകുമ്പോഴത്തേക്കും വില കൂടിയ ഒരു കാറ് അതിൽ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു സൈക്കിളുമായിട്ട് ഒരു വൃദ്ധൻ പോയി കഴിഞ്ഞാൽ നിങ്ങളാരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാനുള്ള സാധ്യതയില്ല. ഒരു വലിയ മനുഷ്യൻ വില കൂടിയ വസ്ത്രം ധരിച്ച് ആഭരണമൊക്കെ ധരിച്ച് അതിലെയും ഇതിലെയും നടന്നു കഴിഞ്ഞാൽ 10 പേര് അയാളെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കുറച്ചപ്പുറത്ത് മാറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഭിക്ഷാടനം നടത്തുന്ന ഒരു വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ നോട്ടം വളരെ വ്യത്യസ്തമാണ്. അവൻ എല്ലാവരും ശ്രദ്ധിക്കുന്നവരെ അല്ല അവൻ ശ്രദ്ധിക്കുന്നത്, ആരും ശ്രദ്ധിക്കാത്തവനെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ആലയത്തിൽ നിന്ന് വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു പ്രസംഗം നടത്തുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാർ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ കേൾവിക്ക് വേണ്ടിയിട്ട് ആ പരിസരത്തുണ്ട്. 100 കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്ന ആ പ്രസംഗവേദിയിൽ അല്ലെങ്കിൽ ആ ആലയത്തിനുള്ളിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കൂനിയായ സ്ത്രീയുടെ മേൽ യേശു ശ്രദ്ധ പതിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു പരാതി ഇനി പറയരുത്. ആരും ശ്രദ്ധിക്കാത്തവനെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ പള്ളിക്കകത്ത് ഒരുപാട് പേരിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ തലകുനിച്ചിരിക്കുന്ന, ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പോലും ആർക്കും തോന്നാതിരിക്കുമ്പോൾ അവളിലേക്ക് കണ്ണ് പതിപ്പിച്ച് അവളെ ശ്രദ്ധിച്ചു നോക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ധൈര്യത്തോടെ പറയുന്നു, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതിക്ക് ഇനി സ്ഥാനമില്ല. നിങ്ങളെ ഗൗരവമായി ശ്രദ്ധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ധാരാളം പ്രിയമുള്ളവർ അവർക്കുള്ള നിക്ഷേപങ്ങൾ, അവർക്കുള്ള പണം, അവർക്ക് ലഭിച്ചിരിക്കുന്ന പലവിധമായിരിക്കുന്ന നന്മകൾ കൊണ്ട് ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് കാണിക്കയായിട്ട് സ്തോത്ര വഴിപാടുകളായി അർപ്പിക്കുകയാണ്. ധാരാളം പേർ വരിയിൽ നിന്ന് ഇങ്ങനെ സ്തോത്രം അർപ്പിക്കുന്ന സമയത്ത്, സ്തോത്രക്കാഴ്ച അർപ്പിക്കുന്ന സമയത്ത്, കാണിക്ക അർപ്പിക്കുന്ന സമയത്ത്, വഴിപാടുകൾ അർപ്പിക്കുന്ന സമയത്ത് ആ മനുഷ്യരുടെ കയ്യിലുള്ള പണം എത്രയാണെന്ന് മറ്റുള്ളവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വലിയ കിഴിക്കണക്കിന് പണം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. എന്നാൽ അതിലാരും ശ്രദ്ധിക്കാതെ പോയ ആ വിധവയുടെ 2 കാശ് യേശു ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് രാവിലെ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ധൈര്യത്തോടെ പറയുന്നു, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നുള്ള പരാതി ഇനി വേണ്ട. കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയരെ. ലോകം നിങ്ങളെ പരിഗണിക്കുന്നുണ്ടാകുന്നില്ല. നിങ്ങൾ അതിലേയും ഇതിലേയും നടക്കുന്നത് ആരും കാണുന്നുണ്ടാകത്തില്ല. നിങ്ങളുടെ കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ആരും കാണുന്നുണ്ടാകുന്നില്ല. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത് നാട്ടുകാർക്ക് അറിയാൻ പാടില്ലായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കുന്നുള്ളത് നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് പോലും അറിയുമായിരിക്കില്ല. പക്ഷേ അതിനെയെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്ന, അതിനെയെല്ലാം വളരെ വീക്ഷിക്കുന്ന, വളരെ കൗതുകപരമായി വീക്ഷിക്കുന്ന യേശു ഇന്ന് രാവിലെ നമ്മുടെ നടുവിലുണ്ട്. അവൻ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിങ്ങളെ പ്രസിദ്ധമാക്കുക എന്നുള്ളത് അവിടുത്തെ ഉത്തരവാദിത്തമാണ്. യേശുവിൻ്റെ പടകിനെ, ശിമോൻ്റെ പടകിനെ യേശു ശ്രദ്ധിച്ചു നോക്കിയുമ്പോൾ പിന്നീട് ആ കരയിൽ നിന്ന് നീക്കി വെള്ളത്തിലേക്ക് ആ പടകിനെ ഒന്ന് ഇറക്കി നിർത്തിയപ്പോൾ പിന്നെ ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ ശൂന്യമായ ആ പടകിനെയാണ്. ആ കൂനിയായ സ്ത്രീയെ യേശു നോക്കി അവളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും നോക്കുന്നത് ഈ കൂനിയായ സ്ത്രീയാണ്. വഴിപാട് അർപ്പിക്കേണ്ടതിന് കടന്നുപോയ ആ സ്ത്രീയെ അവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടതെന്ന് യേശു പറഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ നോക്കുന്നത് ആ വിധവയായിരിക്കുന്ന സ്ത്രീയാണ്. യേശു നിങ്ങളെ ശ്രദ്ധിച്ചാലുള്ള ഏറ്റവും വലിയ സവിശേഷത, പിന്നെ നിങ്ങളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറാകേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ നിങ്ങളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കും. പിന്നെ എല്ലാവരുടെയും നോട്ടം നിങ്ങളിലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ദൈവവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.